നമസ്തേ. ഒരു പബ്ലിക് സ്പീക്കിംഗ് മെൻറ്റർ എന്ന നിലക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്, വിദ്യാഭ്യാസം കുറവാണ്, എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുമോ എന്ന്. ഫ്രണ്ട്സ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, വിദ്യാഭ്യാസവും പ്രസംഗവും തമ്മിൽ ഒരു എഗ്രിമെൻറ്റും ലോകത്ത് എവിടെ വെച്ചും ഇതുവരെ നടന്നിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. വിദ്യാഭ്യാസം താരതമ്യേന കുറഞ്ഞ നമ്മുടെ പൂർവികർ വളരെ ഭംഗിയായി പ്രസംഗിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ അവർ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കാലത്ത് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ വളരെ കുറവാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ പലരുമുണ്ട്, അവർക്കൊന്നും അത് സാധിക്കുന്നുമില്ല. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ രണ്ടും തമ്മിൽ ശരിയാവുന്നില്ല. വിദ്യാഭ്യാസം കൂടിയ ആളുകൾക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ പ്രസംഗിച്ചിട്ടുമുണ്ടാവും. പ്രസംഗിക്കാൻ വിദ്യാഭ്യാസം ആവശ്യം ഇല്ല എന്നതാണ് എൻ്റെ അനുഭവവും അഭിപ്രായവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രസംഗിക്കാനുള്ള ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഒരു വിഷയത്തെപ്പറ്റി, നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ചെയ്യുന്ന മേഖലയെപ്പറ്റി 5 മിനിറ്റ് അടുക്കും ചിട്ടയോടും കൂടി പറയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ മേഖലയെപ്പറ്റി അറിയാതെ കൊണ്ടാണോ? ആ മേഖലയെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ്, തെറ്റിപ്പോകുമോ എന്ന ധാരണ കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്. അത് മാത്രമാണ് കാരണം. നിങ്ങൾ ആദ്യം വേണ്ടത് ഒരു പബ്ലിക് സ്പീക്കർ ആവാനുള്ള ശ്രമം തുടരുക. അതിനുശേഷം മതി വായനയും പഠനവും ഒക്കെ. വായനയും പഠനവും വേണ്ട എന്ന് അർത്ഥം ഇല്ല കേട്ടോ, ഇതൊക്കെ വേണം. പക്ഷേ വായനയും പഠനവുമൊക്കെ ജീവിത അവസാനം വരെ കൊണ്ടുപോകേണ്ട, തുടരേണ്ട ഒരു പ്രക്രിയ ആണ് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. ആദ്യം ആത്മവിശ്വാസം നേടുക, ഒരു പബ്ലിക് സ്പീക്കർ ആവുക. അതിനുശേഷം നിങ്ങൾ ഏതിനെ പറ്റിയാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ പറ്റി പഠിക്കുക. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.